ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രെയിൻ പ്രോബ്ലംസ് ആണ്. അതായത് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചിരുന്നു. ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ തന്നെ ഭാഗമാണ് ട്രെയിനിന്റെ പ്രോബ്ലംസ്. അപ്പൊ അതിനകത്ത് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമ്മൾ ട്രെയിൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിരുന്നില്ല അല്ലേ? അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഇപ്പൊ ബേസിക് ഫോർമുല കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. നമ്മൾ ബേസിക് ഫോർമുല എന്ത് പഠിച്ചിരുന്നു? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം പഠിച്ചിരുന്നു. അത് തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. അതുപോലെ നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് 18/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതാ 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ 6 സെക്കൻഡ് സമയം എടുക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ വേഗത കണക്കാക്കുക. ഇപ്പോൾ ട്രെയിനിന്റെ പ്രോബ്ലംസ് എപ്പോഴും നമ്മൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എന്തിന്റെ ദൂരമായിരിക്കും? എന്തിന്റെ ദൂരമായിരിക്കും? ഡിസ്റ്റൻസ് ഓഫ് എ ട്രെയിൻ ആയിരിക്കും കേട്ടാ. ഡിസ്റ്റൻസ് ഓഫ് എ ട്രെയിൻ ആയിരിക്കും. സെക്കൻഡ്. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് എ ട്രെയിൻ ആയിരിക്കും. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇതിലെന്താണ് നമുക്ക് നമ്മളിവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരണേ? 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 300 മീറ്റർ ആണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയാണ് കടന്നു പോകുന്നത് കേട്ടാ. അവിടെ വേറെ ഒന്നും ആലോചിക്കാനല്ലേ, പോസ്റ്റ് അവിടെ നിൽക്കുകയാണ്. ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡുമാണ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? നമ്മുടെ സ്പീഡാണ് കാണേണ്ടത് അല്ലേ? പക്ഷെ അതെങ്ങനെ കാണണം? ഓപ്ഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിലാണ്. നമ്മൾ സെയിം സാധാരണ ഫോർമുല ഇട്ട് ചെയ്യാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ചെയ്തു നോക്കിയേ, ആൻസർ പറഞ്ഞേ. കിട്ടിയാ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറന്നാ? ഓക്കെ, 50. ഇത് എന്ത് ചെയ്യണം? ഓപ്ഷനിലേക്ക് നോക്ക്. ഓപ്ഷനിൽ ഉത്തരം ഉണ്ടാ? ഈ 50 ഓപ്ഷനിലുണ്ടോ നോക്ക്. 50 ഓപ്ഷനിലുണ്ടാ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം നമ്മൾ 300 ഡിവൈഡഡ് ബൈ 6 ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? 50 കിട്ടും. ഇത് 50 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്യണം? 50 ഇൻറ്റു 18/5 ചെയ്യണം അല്ലേ? കട്ട് ചെയ്തു. എത്ര വരും? 180 കിലോമീറ്റർ പെർ അവർ നമുക്ക് ആൻസർ വരും അല്ലേ? കിട്ടിയാ നിങ്ങൾക്ക്? ഓക്കെ, നിദാ നെൽസൺ 180. ഓപ്ഷൻ എ അല്ലേ? ഷിൻസി അലീഷ പറഞ്ഞ ഓപ്ഷൻ എ. കിട്ടിയാ? മനസ്സിലായി എല്ലാവർക്കും? ഇനി പറയണോ? നമ്മളിപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കാം ഉത്തരം കണ്ടുപിടിക്കാനായിട്ട്. ഓപ്ഷന്റെ കിലോമീറ്റർ പെർ അവർ ആണ്. നമ്മൾ ഡിസ്റ്റൻസ് ബൈ ടൈം ഫോർമുലേറ്റ് ചെയ്തു. അതിനുശേഷം കൺവെർട്ട് ചെയ്താണ് അല്ലേ? 50 × 18/5 ഇട്ട് ചെയ്തു അല്ലേ? ഓക്കെ, അടുത്ത പ്രോബ്ലത്തേക്ക് പോയാലോ? എല്ലാവരും ചെയ്താ? അടുത്തേക്ക് പോവാ അല്ലേ? ഇത് സ്പീഡ് കൂടണമെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട്, സമയം കിട്ടുന്നില്ല, മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു തീവണ്ടിയുടെ വേഗത 8 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഏ എങ്കിൽ ആ തീവണ്ടി 6 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? എത്ര ദൂരം സഞ്ചരിക്കും? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമുക്ക് ഇവിടെ കിലോമീറ്ററിലാണ് നമ്മുടെ ഓപ്ഷൻ എടുക്കണേ അല്ലേ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് നമുക്ക് വരാം അല്ലേ?
ആ ഫോർമുലയ്ക്ക് നമ്മൾ പോകേണ്ട കാര്യം തന്നെ ഇല്ല. ആ ഫോർമുലയ്ക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെ ചെയ്യാം ഇത്? ഫോർമുലയ്ക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. സെക്കൻഡ് ഒരു ഓക്കെ. ആൻസർ ആരെങ്കിലും ചെയ്തോ? ആൻസർ വന്നിട്ടില്ല അല്ലെ? അത് നമ്മൾ 8 കിലോമീറ്റർ പെർ മണിക്കൂർ ആണെങ്കിൽ ആ തീവണ്ടി 6 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പറയണേ. 8 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പോണതാണ്. അപ്പൊ ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ എത്രയാ? ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ എത്ര മിനിറ്റ് ആണ്? ഒരു മണിക്കൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 മിനിറ്റ് ആണ് അല്ലെ? അത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് 8 കിലോമീറ്റർ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് 6 മിനിറ്റ് നമുക്ക് അറിയാം. 60 മിനിറ്റ് കൊണ്ട്, അതായത് ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരാണ് എന്ത്? 8 കിലോമീറ്റർ. അപ്പൊ നമ്മള് 8/60 ചെയ്തു. 8/60 ചെയ്യുമ്പോ നമുക്ക് എന്താ കിട്ടാ? 8/60 അല്ലെ? അപ്പൊ 8/60 ആണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കണത് 6 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരാണ് അല്ലെ? 6 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 6 ചെയ്യണം. ഓക്കെ, ഇൻറ്റു 6 ചെയ്യാം. നമുക്ക് എന്ത് ആൻസർ കിട്ടും? 8/10 കിട്ടും. 8/10 എന്ന് പറഞ്ഞാൽ എത്രയാ? 8/10 എന്ന് വെച്ചാൽ എന്താ പറയാ? 0.8 വരും. 8 കിലോമീറ്റർ. നിങ്ങൾക്കത് മനസ്സിലായോ? അതായത് നമ്മളോട് പറഞ്ഞേക്കുന്നത് 8 കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 8 കിലോമീറ്റർ പോകും അല്ലെ? അതായത് ഒരു മണിക്കൂറിൽ പോകുന്നത് 8 കിലോമീറ്റർ ആണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോ നമ്മൾ നോക്കാണ് 8/60 നമ്മൾ ചെയ്യാണ് അല്ലെ? 8/60. ഓക്കെ, ഒരു മണിക്കൂറിൽ പോകുന്നത് 8 കിലോമീറ്റർ ആണ്. 6 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കാണാനായിട്ട് നമ്മൾ ഇൻറ്റു 6 ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റു 6 ചെയ്യുന്നു. അപ്പൊ എത്ര വരും? ഇവിടെ 10 വരും. ഇവിടെ 6 കട്ടായി പോവും. അപ്പൊ ഇവിടെ നമുക്ക് 0.8 ആൻസർ വരണത്. കിട്ടിയ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ 0.8 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. മണിക്കൂറിൽ 54 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ ട്രെയിനിന്റെ നീളം എത്ര? അതായത് നമുക്ക് 54 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് എന്താ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രെയിനിന്റെ നീളം എന്ന് വെച്ചാൽ നമ്മൾ എന്താ കാണണ്ടേ? ഡിസ്റ്റൻസ് ആണ് കാണണ്ടേ അല്ലേ? ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം കാണണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കാം. മീറ്ററിലാണ് എടുക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ മീറ്ററിലോട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞ സ്പീഡിനെ ആദ്യം തന്നെ എന്താക്കാം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് വരും ഇവിടെ? 15 അല്ലേ? ഇവിടെ നമുക്ക് 15 സെക്കൻഡ് ആണ് വരാ അല്ലെ? അല്ലെ 15 അതെ, 15 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലേക്ക് വരും അല്ലെ? 15 മീറ്റർ പെർ സെക്കൻഡ് വരും. ഓക്കെ, നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഏത്? 10 തന്നിട്ടുണ്ട് അല്ലേ? 15 ഇൻറ്റു 10 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 150 മീറ്ററിന് ഉത്തരം കിട്ടി. ഓക്കെ, കുറച്ച് പേര് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവര് ഒന്ന് നോക്കി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം.
ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. അതായത് നമ്മൾ ട്രെയിൻ പോകുന്നത് മണിക്കൂറിൽ 54 km/h വേഗതയിലാണ്. കണ്ടോ? മണിക്കൂറിൽ എന്റെ പെന്നിന് ചെറിയൊരു പ്രശ്നം കാണിക്കുന്നത് ഞാനിങ്ങനെ തപ്പിത്തടയണത്. ഓക്കെ, അപ്പൊ നോക്കി നമ്മുടെ സ്പീഡ് എത്രയാണ്? 54 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു അല്ലെ. നമുക്ക് സമയം തന്നിട്ട് 10 സെക്കൻഡ് കൊണ്ടാണ് ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ ആ ട്രെയിനിന്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മീറ്ററിലാണ് ഉത്തരം കിടക്കുന്നത്. അല്ലെങ്കിൽ ട്രെയിനിന്റെ നീളം കിലോമീറ്ററിൽ നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. മീറ്റർ കണക്കിലായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക അല്ലെ, കിലോമീറ്ററിനേക്കാൾ. അപ്പോ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ സ്പീഡിന് നമുക്ക് കൺവേർട്ട് ചെയ്തിടാം. ആദ്യം തന്നെ സ്പീഡിന് നമുക്ക് km/h എന്നുള്ളത് മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ km/hനെ മീറ്റർ/സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇതാ ഇവിടെ കാണുന്നത്. 54 × 5/18 ചെയ്യുമ്പോൾ നമുക്ക് 15 മീറ്റർ/സെക്കൻഡ് കിട്ടും. ഗുണിക്കാൻ ബാക്കായിട്ടുള്ളത് ഗുണിച്ചു ഗുണിച്ച് വായു അല്ലേ. അപ്പൊ നമുക്ക് സ്പീഡ് കിട്ടി 15 മീറ്റർ/സെക്കൻഡ് അല്ലെ. 15 മീറ്റർ/സെക്കൻഡ് ആണ് സ്പീഡ്. നമുക്ക് ടൈം നമുക്ക് ഓൾറെഡി ഇത് അവിടെ ഉണ്ട് 10 സെക്കൻഡ്. അത് നമുക്ക് ഡിസ്റ്റൻസ് കാണാനായിട്ട് എന്താണ്, നമുക്ക് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. 15 × 10 ചെയ്തപ്പോൾ 150 മീറ്റർ ഉത്തരം കിട്ടി. ഓക്കെ, കഴിയാത്തവര് ചെയ്തു തീർക്കും. ഓക്കെ, അടുത്ത ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി, ഒരു ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ മരത്തെയോ കടന്നു പോകുമ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം കണക്കാക്കുന്ന ആ ട്രെയിനിന്റെ നീളമായിരിക്കും അല്ലെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ അല്ലെ, നമ്മൾ ആ ട്രെയിനിന് നമ്മൾ ഈ ട്രെയിനിന്റെ കണക്കില് ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിന്റെ നീളം കാണാനാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടാ. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഒരു ട്രെയിനിന്റെ പ്രോബ്ലം പറയുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ വരും. അതായത് ഒരു ട്രെയിൻ അല്ലെ ചിലപ്പോ ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകും. മനസ്സിലായ? ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകും, ചിലപ്പോ ഒരു ടണലിനെ കടന്നു പോകും, ചിലപ്പോ ഒരു ബ്രിഡ്ജിനെ കടന്നു പോകും, ചിലപ്പോ മറ്റൊരു ട്രെയിനെ കടന്നു പോകും. മനസ്സിലായ? അപ്പൊ നമ്മള് ദൂരം എന്ന് പറയുന്നത് എങ്ങനെ കണക്കാക്കണം? ആ ട്രെയിനിന്റെയും അത് കടന്നു പോകുന്ന പ്ലാറ്റ്ഫോം ആണെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ദൂരം, ടണലാണെങ്കിൽ ടണലിന്റെ ദൂരം, ബ്രിഡ്ജ് ആണെങ്കിൽ ബ്രിഡ്ജിന്റെ നീളം അല്ലെ, മറ്റൊരു ട്രെയിൻ ആണെങ്കിൽ മറ്റൊരു ട്രെയിനിന്റെ നീളം, രണ്ടും തമ്മിൽ കൂട്ടണം. മനസ്സിലാവണ്ട? അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഒരു ട്രെയിൻ, ഒരു പ്ലാറ്റ്ഫോം, ടണൽ, ബ്രിഡ്ജ്, അനദർ ട്രെയിൻ, ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ കടന്നു പോയാൽ ആകെ സഞ്ചരിച്ച ദൂരം കണക്കാക്കുന്നത് ആ ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം അല്ലെങ്കിൽ ടണലിന്റെ നീളം അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ നീളം അല്ലെങ്കിൽ മറ്റൊരു ട്രെയിനിന്റെ നീളമായിരിക്കും. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് കാണാന്ന് പറഞ്ഞാൽ എന്താ, L1 + L2 എന്ന് കണക്കാക്കാം. L1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രെയിനിന്റെ നീളം അല്ലെ, ട്രെയിൻ നീളം. L2 എന്താവാം? ഇത് രണ്ടും കൂടി കൂട്ടാ, അത്രേ ഉള്ളൂ. L2 എന്താവാം? പ്ലാറ്റ്ഫോമിന്റെ നീളാവാം, ടണലിന്റെ നീളാവാം അല്ലെ, അല്ലെങ്കിൽ ആ ബ്രിഡ്ജിന്റെ നീളാവാം, അങ്ങനെ എന്തോ ആവാം. അപ്പൊ നമ്മൾ ഈ ട്രെയിനിന്റെ കണക്കില് പൊതുവേ നമ്മൾ ദൂരം കണക്കാക്കാന്ന് പറഞ്ഞാൽ അത് ട്രെയിനിന്റെ ദൂരമാണ്. ഇനി നമുക്ക് തരുന്ന ദൂരം എന്ത് ദൂരമായിരിക്കും? ട്രെയിനിന്റെ ദൂരമായിരിക്കും, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ദൂരമായിരിക്കാം, ടണലിന്റെ ആയിരിക്കാം, ബ്രിഡ്ജിന്റെ ആയിരിക്കാം, അങ്ങനെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് സാധനം കൂടി വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ലെങ്ത് കൂടി കൂട്ടണം. ഇത് നമ്മൾ തൊട്ട് മുന്നേ പ്രോബ്ലംസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു മരത്തിനെ കടന്നു പോകുന്നു. ഇലക്ട്രിക് പോസ്റ്റിനും മരത്തിനും നമ്മളിങ്ങനെ നീളം കണക്കാക്കുന്നില്ല. മനസ്സിലായോ? ഇലക്ട്രിക് പോസ്റ്റ്, മരം അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി നീളം. അപ്പൊ നമുക്ക് ട്രെയിനിന്റെ ദൂരം മാത്രമേ ആ കണക്കിലെടുക്കുന്നുള്ളൂ. അതായത് ഇവർ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, അവരുടെ വേറെ അളവുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പ്രോബ്ലത്തേക്ക് പോട്ടെ. ഇതിന്റെ ഇതൊന്ന് എഴുതി വെച്ചോ ആണേ, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. രണ്ട് സാധനം തന്നെ തമ്മിൽ കൂട്ടണം നീളം കാണാനായിട്ട്. ഓക്കെ, ഞാൻ പ്രോബ്ലം പറയാം. 1 കിലോമീറ്റർ നീളമുള്ള ഒരു തീവണ്ടി
1 കിലോമീറ്റർ നീളമുള്ള ഒരു പാലത്തിലൂടെ കടന്നു പോകുന്നു. തീവണ്ടി പൂർണ്ണമായും പാലം കടന്നു പോകുന്നതിന് എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? 1 കിലോമീറ്റർ നീളമുള്ള തീവണ്ടി അല്ലെ, 1 കിലോമീറ്റർ നീളമുള്ള പാലത്തിലൂടെ കടന്നു പോകുന്നു അല്ലെ. നമ്മൾ ഇതാ പാലം എന്നുണ്ടെങ്കിൽ തീവണ്ടി എന്ത് ചെയ്യണം? തീവണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി പോയി തീവണ്ടിയുടെ ബാക്ക് അടക്കം കടന്നു കിട്ടണം. കണ്ടാ, മനസ്സിലാവണ്ട? അപ്പൊ തീവണ്ടി എത്ര കിലോമീറ്റർ സഞ്ചരിക്കണമെന്ന് പൂർണ്ണമായിട്ടും പാലം കടന്നു പോവാൻ. പാലത്തുമ്മ കേറി അങ്ങനെ തീവണ്ടി കേറിയിട്ട് തീവണ്ടിയുടെ ബാക്ക് വരെ ഇറങ്ങണം. നിങ്ങൾ ആലോചിക്കാൻ, തീവണ്ടി പാലത്തുമ്മ കേറി 1 കിലോമീറ്റർ നീളമുള്ള പാലത്തുമ്മ കേറി അങ്ങനെ തീവണ്ടിയുടെ ബാക്ക് പാലം അവസാനിക്കുന്നിടത്ത് എത്തി. അപ്പൊ തീവണ്ടി എത്ര കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയിട്ടുണ്ടാവും? 1 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയിണ്ടാവില്ലേ? അപ്പൊ ഇവിടെ 1 കിലോമീറ്ററും ഇവിടെ 1 കിലോമീറ്ററും. അപ്പൊ ആകെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്? 2 കിലോമീറ്റർ. മനസ്സിലാവണ്ട? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു തീവണ്ടി ഒരു പ്ലാറ്റ്ഫോമിനെയോ ടണലിനെയോ അല്ലെ പാലത്തിനെയോ കടന്നു പോവാണെങ്കിൽ രണ്ടിന്റെയും തമ്മിൽ നീളം കൂട്ടണം. d1 + d2 ആണ്. ഇവിടെ എന്താണ്? 1 + 1 = 2. 2 കിലോമീറ്റർ എന്ന് ഉത്തരം വരും. മനസ്സിലായ? ഞാനൊരു ക്വസ്റ്റ്യൻ പറയാന്നാ. അതായത് ഒരു 250 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു 300 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര ദൂരം സഞ്ചരിക്കണം? കമന്റ് ചെയ്തേ. പാലം കടക്കാൻ ആകെ എത്ര ദൂരം സഞ്ചരിക്കണം? ഓക്കെ, 550 മീറ്റർ അല്ലെ? 550. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഓക്കെ, കുറച്ച് പേർക്ക് ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാട്ടോ. കാരണം ടൈം ആൻഡ് ഡിസ്റ്റൻസ് കഴിഞ്ഞ പാട്ടിനെക്കാളും ട്രെയിൻ വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇതിൽ കൺവേർട്ട് ചെയ്യണം, ട്രെയിനിന്റെ നീളം, ആൾക്കാരുടെ നീളം, പ്ലാറ്റ്ഫോമിന്റെ നീളം. ഇനി അടുത്തായിട്ട് വരുന്നത് ട്രെയിൻ ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്നു, ട്രെയിൻ മറ്റൊരു ട്രെയിനെ മറികടന്നു പോകുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ചെയ്തു നോക്കി പഠിച്ചു വരാം. വീണ്ടും വീണ്ടും ചെയ്യാം. വേണ്ടി വന്ന ക്ലാസ് വീണ്ടും ഓൺ ചെയ്ത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ പ്രോബ്ലംസ് എടുത്തു വെച്ച് ചെയ്യുക. മനസ്സിലായാലും നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നമ്പറൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം. ചിലപ്പോൾ കുറെ പേര് പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാർ പെട്ടെന്ന് ഉത്തരമൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, അതിപ്പോ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും അങ്ങനെയുള്ളവര്. മനസ്സിലാവാത്ത ആൾക്കാർ എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. എല്ലാവർക്കും അറിയാം, എനിക്കറിയില്ല എന്ന്. പക്ഷെ നിങ്ങളെ പോലെ അറിയാത്ത ഒരു 10 ആളുണ്ടാവും. 10 ആൾ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ 20 ആൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്തവരുണ്ടാവും, അല്ലെങ്കിൽ സ്പീഡ് ഇല്ലാത്തവരുണ്ടാവും. പ്രത്യേകിച്ച് കാൽക്കുലേഷൻ സ്പീഡ് കുറവുള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് നേരിട്ട് കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയം തരാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞു പോകണമെങ്കിൽ നിങ്ങളത് മെസ്സേജ് അയക്കുക. അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 72 കിലോമീറ്റർ/മണിക്കൂറിൽ സഞ്ചരിക്കുന്ന 60 മീറ്റർ നീളമുള്ള ട്രെയിൻ 60 മീറ്റർ നീളമുള്ള ട്രെയിൻ 140 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം വേണ്ടിവരും? 140 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം വേണ്ടിവരും? വേണ്ട സമയമാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ തന്നെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.
D1 160 ആണ്, ഞാൻ എഴുതി തെറ്റിയതാട്ടാ. ഓക്കെ, D1 160 ആണ്. ആരാ പറഞ്ഞത്? അലീഷ. അതെ, 160 ആണ് കേട്ടോ. തന്നെ ചെയ്തു നോക്കൂ. നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 160 + 140 സമം അല്ലേ? നമുക്ക് 300 ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. 300 മീറ്റർ മൊത്തം ഡിസ്റ്റൻസ്. ഓപ്ഷനിലേക്ക് നോക്കാം. നമുക്ക് ഉത്തരം സമയം സെക്കൻഡിലാണ് അല്ലേ? നമ്മുടെ സ്പീഡിന് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. 72 km/h നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും m/s. അലീഷ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി 15 സെക്കൻഡ്. മറ്റുള്ളവർ എന്തായി? നമ്മൾ ഇത്രയും വരെ പറഞ്ഞ് മനസ്സിലായി. അതായത് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്താ പറയാ സ്പീഡാണ് നമുക്ക് ചെയ്യണ്ടേ. ഇവിടെ ശ്രദ്ധിക്കാട്ടിന് എല്ലാവരും. ഡി ഈസ് ഈക്വൽ ടു എത്രയാ പറഞ്ഞേ? നമ്മുടെ ഡിസ്റ്റൻസ് 1 + ഡിസ്റ്റൻസ് 2 ആണ്. അതായത് 160 + 140 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 മീറ്റർ ആണ് പറയണേ അല്ലേ? നമ്മുടെ സ്പീഡിലേക്ക് പോകുമ്പോൾ 72 km ആണ്. അപ്പൊ അത് km/h ആണ്. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം അല്ലേ? m/s കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 5/18 കൊണ്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ 72 ൽ 18 4 പ്രാവശ്യമാണ് പോവാ. ഓക്കെ, അപ്പൊ എന്ത് വരും? 20 m/s ആയി. ഇനി നമുക്ക് നേരെ ഈ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? നമുക്ക് ഡിസ്റ്റൻസും ആയി, എന്തായി? സ്പീഡും ആയി. എന്താണ്? 300/20 നമ്മൾ ചെയ്തു. എത്ര വന്നു? നമുക്കിടെ 15 വന്നു. ആൻസർ എത്ര വരാം? 15 സെക്കൻഡ് നമുക്ക് ഉത്തരം വന്നു. കിട്ടിയോ നിങ്ങൾക്ക്? ഇത് കത്താത്തവരുണ്ടെങ്കിൽ പറയും. ഉത്തരങ്ങൾ വളരെ പതുക്കെ പറഞ്ഞുള്ളൂ. ചെയ്തെത്താത്തോണ്ടാണോ മനസ്സിലാവാത്തോണ്ടാണോ? ഓക്കെ, 15 നോക്കി മനസ്സിലാക്കി തന്നെ ചെയ്യില്ലാവരും. ഒന്നുകൂടി പറയണമെങ്കിൽ പറയാം. നമുക്ക് ട്രെയിനിന്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഉത്തരം കിട്ടാൻ നമ്മൾ ഇവിടെ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം കേട്ടാ. ഓപ്ഷനിലോട്ടൊന്ന് നോക്കാം. നമുക്ക് ഏത് രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡിലാണോ, കിലോമീറ്ററിലാണോ, അല്ലെ മീറ്ററിലാണോ, m/s ആണോ, km/h ആണോ എന്നൊക്കെ നോക്കാം. അതനുസരിച്ച് കൺവേർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യുക. km/h നിന്ന് m/s ആക്കണോ, m/s km/h ആക്കണോ എന്നൊക്കെ നമ്മൾ നോക്കാം. അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ. അടുത്തേക്ക് പോവാം. തീവണ്ടി ആദ്യ പകുതി ദൂരം മണിക്കൂറിൽ 80 km വേഗതയിലും, അതായത് ആദ്യ പകുതി കേട്ടോ, എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ആദ്യ പകുതിയാണിത്. ആദ്യ പകുതി 80 km വേഗതയിലും അവസാന പകുതി 120 km വേഗതയിൽ സഞ്ചരിച്ചാൽ ആകെ യാത്രയിലെ ശരാശരി വേഗത എത്ര? ആവറേജ് സ്പീഡ്. ആദ്യ പകുതി ദൂരം 80 km വേഗതയിലും പിന്നത്തെ പകുതി 120 km വേഗതയിലും പോയി. അപ്പൊ ആകെ യാത്രയിലെ ശരാശരി വേഗത എത്ര? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയി എക്സ് സ്പീഡിൽ. അയാൾ അവിടെ നിന്ന് തിരിച്ചു വന്നത് വൈ സ്പീഡിലാണ്. അതായത് അയാളുടെ ഡിസ്റ്റൻസ് സെയിം ആണ് അയാൾ പോയത് അല്ലേ? പക്ഷെ അയാളുടെ വേഗത വ്യത്യാസമായിരുന്നു രണ്ട് യാത്രയിലും. അപ്പൊ ആവറേജ് സ്പീഡ് എത്ര? 2xy / x + y. ഈ സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. രണ്ട് സഞ്ചരിച്ച ദൂരം ശരിയല്ലേ?
ശരിയാണ്. കാരണം പകുതി ദൂരം 80 കിലോമീറ്ററിലും അടുത്ത പകുതി 120 കിലോമീറ്ററിലാണ്. അതായത് തുല്യമായ ദൂരം വ്യത്യസ്ത വേഗത, അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുലയാണിത്. അതായത് തുല്യ ദൂരവും പിന്നെ വ്യത്യസ്ത വേഗതയും തന്നാൽ ശരാശരി വേഗത കണ്ടുപിടിച്ചോ. ഇതേ സാധനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് കേട്ടാ. കണ്ടുപിടിച്ചോ. 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y എന്ന് പറയുമ്പോൾ ആൻസർ വന്നോ അവിടെ? ആൻസർ വന്നിട്ടുണ്ട്. 96 ശരിയല്ലേ? നോക്കാം. നിദാനൽസൺ ആദ്യത്തെ ആൻസർ വന്നിട്ടുണ്ട്. 2 ഇൻറ്റു 80 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 80 പ്ലസ് 120. 2 ഇൻറ്റു 80 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 200. ഞാൻ പറയട്ടെ, മുകളിൽ 2 ഇൻറ്റു 80 ഇൻറ്റു 120 ഗുണിച്ചുകൊണ്ടിരിക്കണ്ട. നിങ്ങളിങ്ങനെ ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാട്ടാ. കട്ട് ചെയ്ത് കളഞ്ഞു. എത്ര എളുപ്പം പരിപാടി കഴിഞ്ഞു. 12 ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് 96 കിലോമീറ്റർ പെർ അവർ ആൻസർ കിട്ടും. ഈ ആവറേജ് സ്പീഡിന്റെ ഫോർമുല പഠിച്ചു വെക്കുക. ഷിൻസി ആൻസർ പറഞ്ഞിട്ട്. ആവറേജ് സ്പീഡ് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്നൊരു ബേസിക് ക്വസ്റ്റ്യനിൽ പെട്ട സാധനമാണ് ഇത് ആവറേജ് സ്പീഡ്. ഓക്കെ, അപ്പൊ നിങ്ങളത് ആ ഫോർമുല നിങ്ങൾ മറക്കാണ്ട് പഠിച്ചു വെക്കുക. നല്ലൊരു ഫോർമുലയാണ്. 1 മാർക്ക് നമുക്ക് തരുന്ന ഒരു ഫോർമുല. ഓക്കെ, ചെയ്തെല്ലാവരും ഗുണിച്ചും ഹരിച്ചൊക്കെ എത്തിയോ? ഗുണിച്ചും ഹരിച്ചൊക്കെ വായോ. ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ. അടുത്തേക്ക് പോവാല്ലേ? നിങ്ങൾക്ക് നല്ല ടഫായിട്ട് തോന്നില്ല? ആരൊന്നും പറയുന്നില്ലല്ലോ. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ നീളം എത്ര? അതായത് മണിക്കൂറിൽ 36 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ട്രെയിൻ. കണ്ട സമയം എത്രയാ? 30 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോം കടക്കുന്നെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ നീളം എത്ര? ഇതാണ് നമുക്ക് കാണണ്ടേ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ നിങ്ങളുടെ ഐഡിയയില്. നമ്മുടെ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് സമം സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? ഇത് എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ചെയ്ത് നോക്കിയേ. ആൻസർ വന്നാ? ഓക്കെ, ഷിൻസി ആൻസർ ശരിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ആൻസർ സി ആണ്. ഉത്തരം വന്നിട്ടുണ്ട്. നമുക്കിവിടെ സ്പീഡിനെ കൺവേർട്ട് ചെയ്യണ്ടേ? സ്പീഡ് എന്ന് പറയുന്നത് 36 കിലോമീറ്റർ ആണ്. നമുക്കതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? നമുക്കിവിടെ മീറ്ററിലാണ് ഉത്തരങ്ങളൊക്കെ എടുക്കുന്നത്. 36 ഇൻറ്റു 5/18 നമ്മൾ ചെയ്യാം. അപ്പോ 18 36 2 പ്രാവശ്യം പോവും. അപ്പൊ ഇവിടെ നമുക്ക് 10 സെക്കൻഡ് കിട്ടും. നമ്മുടെ സ്പീഡ് എത്രയാണ്? 10 സെക്കൻഡ്. ടൈം ഓൾറെഡി 30 സെക്കൻഡ് നമുക്കിവിടെ ഉണ്ട് അല്ലേ? ഓൾറെഡി നമുക്ക് 10 സെക്കൻഡ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്പീഡ് 10 ഇൻറ്റു ടൈം 30 എന്ന് പറയുമ്പോൾ 300 വരും. അതായത് നമുക്ക് 300 മീറ്റർ ആണ് നമ്മുടെ ഡിസ്റ്റൻസ് ആകെ.
ഈ ഡിസ്റ്റൻസ് ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, മനസ്സിലായ? ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഇത്, ടോട്ടൽ ഡി ആണ്. അതായത് D1 പ്ലസ് D2 ആണ് ഇത് ഈ 300 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ D2 അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം നീളം എന്ന് പറയുന്നത്, എന്തായിരിക്കും? 300 മൈനസ് 100 സമം 200 ആയിരിക്കും. 200 മീറ്റർ ആയിരിക്കും. മനസ്സിലായോ? 200 മീറ്റർ ആയിരിക്കും നമുക്ക് ഉത്തരം വരാം. ഒന്നുകൂടി പറയണോ? മനസ്സിലായോ ബാക്കിയുള്ളവർക്ക്? ഒന്നുകൂടി പറയട്ടെ, ഞാൻ പറയാം. ഒന്നുകൂടി പറയാം. അതായത് നമുക്കിവിടെ ആകെ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊരു ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിന്റെ നീളം കണ്ടുപിടിക്കണം അല്ലെ? ട്രെയിനിന്റെ നീളം ഉണ്ട്, പ്ലാറ്റ്ഫോമിന്റെ നീളം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പ്ലാറ്റ്ഫോമിന്റെ നീളം മീറ്ററിലാണ്. നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കൺവെർട്ട് ചെയ്തു. നമുക്കപ്പോ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ S×T ആണ്. നമ്മുടെ സ്പീഡിനെ കൺവെർട്ട് ചെയ്തു. 36 km/h നമ്മൾ കൺവെർട്ട് ചെയ്തു മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ. 36×5/18 ചെയ്തു. 10 സെക്കൻഡ് ആണ്. 105 വായിച്ചേക്കരുത്. 10 സെക്കൻഡ് നമുക്ക് കിട്ടി അല്ലെ? നമ്മുടെ സ്പീഡ് ഈക്വൽ ടു എത്രയാപ്പോ? 10 മീറ്റർ പെർ സെക്കൻഡ്. ഞാനിവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് എഴുതണ്ടേ, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്കിവിടെ സ്പീഡ് ഉണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്, ടൈം ഉണ്ട് 30 സെക്കൻഡ്. അത് നമ്മൾ നേരെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ട, 10×30 ചെയ്തപ്പോ 300 മീറ്റർ കിട്ടി. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് അത്. അതായത് പ്ലാറ്റ്ഫോമിന്റെയും ട്രെയിനിന്റെയും നീളം കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. പ്ലാറ്റ്ഫോമിന്റെ മാത്രം നീളമാണ്. അപ്പൊ ടോട്ടൽ 300 ആണ്. ട്രെയിനിന്റെ നീളം 100 അറിയാം. ട്രെയിനിന്റെ നീളം ഈ ടോട്ടൽ നീളത്തിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്ലാറ്റ്ഫോമിന്റെ നീളം കിട്ടി. അതാണ് ഈ 200 മീറ്റർ. ഓക്കെ, കത്തിയോ? ക്ലിയർ ആയോ? മനസ്സിലാവാത്തവരുണ്ടാ? ഞാൻ അടുത്ത പ്രോബ്ലത്തേക്ക് പൊക്കോട്ടെ. അടുത്ത നമുക്കൊരു കാര്യം പഠിക്കാം. ഒരു ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തി സഞ്ചരിച്ചപ്പോൾ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചു. എന്നാൽ ഒരു സ്റ്റേഷനിലും നിർത്താതെ സഞ്ചരിച്ചുവെങ്കിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാമായിരുന്നു. എങ്കിൽ മണിക്കൂറിൽ എത്ര സമയമാണ് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നത്? അതായത് നിർത്തി പോകുമ്പോ എന്തായാലും സ്പീഡ് കുറയുമല്ലോ. നിർത്തി പോയിപ്പോ 50 കിലോമീറ്ററിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ എങ്ങും നിർത്താണ്ട് നേരെ അങ്ങോട്ട് പോയി സൂപ്പർ ഫാസ്റ്റ്. അപ്പൊ എന്തായി? 60 കിലോമീറ്റർ വേഗത്തിന് അങ്ങനെയാണെങ്കിൽ സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ ഈ നിർത്തി പോകുമ്പോ മണിക്കൂറിൽ എത്ര സമയമാണ് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്നാണ് നമ്മുടെ ചോദ്യം. അതിനൊരു ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിർത്തിയിട്ട സമയം സമം, തിരിയുന്നുണ്ടോ? വേഗതയുടെ വ്യത്യാസം ബൈ നിർത്തിയിടാതെ സഞ്ചരിച്ച വേഗത. നിർത്തിയിടാതെ സഞ്ചരിച്ച വേഗത. ഇതാണ് നമ്മുടെ ഫോർമുല. വേഗതയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? ഇത് 60 മൈനസ് 50 അല്ലെ? ഇനി നിർത്തിയിടാതെ സഞ്ചരിച്ച വേഗത എത്രയാ? 60. ഇത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 10/60 എന്ന് വെച്ചാൽ 1/6 അവർ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. ഓക്കെ, ഇത് ഉത്തരം ഓപ്ഷൻ കൊടുത്തിട്ടില്ല അല്ലെ? അതായത് 1/6 അവർ എന്ന് കിട്ടുക. അപ്പോ 1/6 അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 60 മിനിറ്റിന്റെ അല്ലെ, 60 മിനിറ്റിന്റെ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ 1/6 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1/6 ഇൻറ്റു 60 അവർ എന്ന് വെച്ചാൽ എത്ര വരും? 10 വരും. അതായത് 10 മിനിറ്റ് സമയമാണ് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നത്. 10 മിനിറ്റ്. മനസ്സിലായോ? ഈ ഫോർമുലയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. വേഗതയുടെ വ്യത്യാസം അല്ലെ? 60 കിലോമീറ്റർ മൈനസ് 50 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 60 അല്ലെ? 60 ആണ് നിർത്തിയിടാണ്ട് പോയി വേഗത. അത് ചെയ്യുമ്പോൾ നമുക്ക് 1/6 അവർ ആണ് കിട്ടുക
അല്ലേ? അപ്പോ അതിന് നമ്മൾ എന്താ പറയാ 60യുടെ ഒരു 1 ഹവറിന്റെ 1/6 ആയിട്ട് കണക്കാക്കുന്നു. അപ്പൊ 10 മിനിറ്റ് ഉത്തരം വരും. കിട്ടിയാ? യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു പ്രോബ്ലത്തേക്ക് പോവാം. അടുത്ത ഒരു കാര്യം പഠിക്കാം. അതായത് ഒരേ ദിശയിൽ സമാന്തരമായിട്ട് രണ്ട് തീവണ്ടി പോവാ. ദാ രണ്ട് തീവണ്ടി ദാ ഇങ്ങോട്ട് പോയോണ്ടിരിക്കുക കേട്ടോ. രണ്ട് തീവണ്ടിയും. അപ്പൊ അതില് വേഗത കൂടിയ തീവണ്ടി രണ്ടാമത്തെ തീവണ്ടിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ്. അതായത് ഈ വേഗത കൂടിയ തീവണ്ടി മുകളിലത്തെയാന്ന് വിചാരിച്ചോ. ഇത് ഈ രണ്ടാമത്തേന് ഇങ്ങനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, ട്രെയിൻ പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നു, അല്ലെ ടണലിനെ കടന്നു പോകുന്നു, അല്ലെ മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വേഗത കൂടിയ തീവണ്ടി രണ്ടാമത്തെ തീവണ്ടിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയം അല്ലെ, ഇങ്ങനെ പ്രത്യേകതയുണ്ട്. ഈ രണ്ട് ട്രെയിനും മൂവിങ് ആയിരിക്കും മിക്കവാറും. ചിലപ്പോൾ നിർത്തിയിട്ടാക്കാം അല്ലെ, ചിലപ്പോൾ അത് മൂവിങ് ആയിരിക്കാം. ഓക്കെ. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ തീവണ്ടി, വേഗത കൂടിയ തീവണ്ടി രണ്ടാമത്തെ തീവണ്ടി കടന്നു പോകാനായിട്ട് എടുക്കുന്ന സമയത്തിന്റെ ഫോർമുല എന്താണ്? ട്രെയിനുകളുടെ നീളത്തിന് തുക ഡിവൈഡഡ് ബൈ ട്രെയിനുകളുടെ വേഗതകളുടെ വ്യത്യാസം. അതായത് ട്രെയിനുകളുടെ നീളം അല്ലെ, അതായത് ഡിസ്റ്റൻസ് 1 പ്ലസ് ഡിസ്റ്റൻസ് 2 ഡിവൈഡഡ് ബൈ എന്താണ്? വേഗതകളുടെ വ്യത്യാസം കേട്ടാ. S1 മൈനസ് S2 എന്ന് നമുക്ക് കണക്കാക്കാം. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചോ. അതായത് സമാന്തരമായിട്ട് രണ്ടും ഒരേ ദിശയിലാണ് പോകുന്നത്. ഒന്ന് മറ്റൊന്ന് ഓവർടേക്ക് ചെയ്യുമ്പോൾ നീളം നമ്മൾ കൂട്ടുന്നു, ഡിസ്റ്റൻസ് നമ്മുടെ വേഗത തമ്മിൽ നമ്മൾ കുറയ്ക്കുന്നു. മനസ്സിലായോ? ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വേഗതകളെ വ്യത്യാസം നമ്മൾ എടുക്കുന്നു. ഓക്കെ. അടുത്തൊരു സിറ്റുവേഷൻ പറയാം. ഇത് ഓക്കെ ആണോ? ഇതൊന്ന് എഴുതി വെച്ചോ. ഈ ഫോർമുല എഴുതി വെച്ചോ. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. ഈ ഫോർമുല എഴുതി വെക്കേണ്ട അടുത്ത് പറയാം. ഓക്കെ, ഇനി അടുത്തത് പറയാം. ഇത് നമ്മൾ ഒരേ ദിശയിൽ പോകുന്നതാണ്. ഈ രണ്ട് ട്രെയിനുകൾ സമാന്തരമായിട്ട് എതിർ ദിശയിലേക്ക് പോകുന്നു. അതായത് ഒരെണ്ണം ഇങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട്. അതായത് ഒരെണ്ണം തെക്കോട്ട് പോകുമ്പോ ഒരെണ്ണം എന്ത് ചെയ്യും? വടക്കോട്ട് പോകും അല്ലേ? ഓക്കെ. അപ്പൊ അവ തമ്മിൽ കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്താണ്? ട്രെയിനുകളുടെ നീളത്തിന് തുക ബൈ ട്രെയിനുകളുടെ വേഗതകളുടെ തുക. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, D1 പ്ലസ് D2 ഡിവൈഡഡ് ബൈ വേഗതകളുടെ തുക എന്ന് പറയുമ്പോൾ S1 പ്ലസ് S2. കണ്ടാ? അതായത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, വേഗത്തില് ഓടി വരുമ്പോ അല്ലെ, വേഗത്തിൽ ഇങ്ങനെ ഓടി വരുമ്പോ കൂട്ടിമുട്ടും. അപ്പൊ എന്ത് ചെയ്യാം? വേഗത തമ്മിൽ കൂട്ടാം അല്ലെ. രണ്ട് സൈഡിൽ നിന്ന് വേഗത്തിൽ ഓടി വരുമ്പോ കൂട്ടിമുട്ടും. അപ്പൊ ഓപ്പോസിറ്റ് വരുമ്പോ നമ്മൾ സമാന്തരം ഇവിടെ ഒരേ ദിശയിലേക്ക് പോകുമ്പോ എങ്ങനെയാ? വേഗത കുറയ്ക്കണം. പക്ഷെ ഓപ്പോസിറ്റ് ദിശയിൽ നിന്ന് വരുമ്പോ കൂട്ടിമുട്ടും, കൂട്ടാം. വേഗത്തിൽ ഓടി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാ? കൂട്ടാം. ഈ ഫോർമുല ഒന്ന് എഴുതി വെച്ചോ, പ്രോബ്ലം ചെയ്യാം. എഴുതിയാ?
ഓക്കെ, ഞാൻ പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു ദിശയിൽ സമാന്തരമായി സഞ്ചരിക്കുന്ന 80 മീറ്ററും D1 80 80 മീറ്ററും 120 മീറ്ററും നീളമുള്ള രണ്ട് തീവണ്ടികളുടെ വേഗത S1 25 km/h പിന്നെ എന്താണ് 35 km/h എങ്കിൽ വേഗത കൂടിയ തീവണ്ടി രണ്ടാമത്തെ തീവണ്ടിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ത്? അല്ലെ, വേഗത കൂടിയ തീവണ്ടി രണ്ടാമത്തെ തീവണ്ടിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ത്? 25 അല്ലേ? 25 കേട്ടോ. ഓക്കെ, നമ്മുടെ ഫോർമുല അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? D1 + D2 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് S2 - S1 കൊടുക്കാം. അല്ല, S2 ആണ് വലുത്, ആദ്യം കൊടുക്കാം. ചെയ്ത് നോക്കിയാൽ നിങ്ങള് 80 + 120 മീറ്റർ ആണ്. പക്ഷേ ഈ പറഞ്ഞ സംഭവം എന്താ? നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? കിലോമീറ്ററിലാണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കിലോമീറ്ററിൽ കിടക്കുന്ന സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്യണം? 10 km/h ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? km/h m/s ആക്കാനായിട്ട് 5/18 കൊണ്ട് ചെയ്യണം. ഒന്ന് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞേ, എന്നിട്ട് ഞാൻ ബാക്കി ചെയ്യാം. എന്ത് ചെയ്യാം? 200 ഡിവൈഡഡ് ബൈ അല്ലെ 10 ഇൻറ്റു ഈ 5/18 നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുക്കാം അല്ലെ. അപ്പൊ എന്താ പറയാ? 18 മൂളിക്ക് 18/5 എന്നാവൂലേ? 200 × 18 ആവും. ഇവിടെ ഇൻറ്റു 5 മാറും. ഓക്കെ, അവിടെ കട്ടായി, ഇവിടെ 4 കട്ടായി. 18 × 4 എത്ര വരും? 72 മിനിറ്റ് എന്ന് പറയും. 72 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കാം. നമുക്കതിന് എങ്ങനെ 72 സെക്കൻഡ്, സോറി, m/s നമ്മൾ ഇടുന്നേ, m/s നമ്മൾ ഇടുന്നേ. അപ്പൊ 72 സെക്കൻഡ് നമുക്ക് ഉത്തരം കിട്ടുന്നു അല്ലെ. നമ്മുടെ ദൂരം ബൈ നമ്മുടെ സ്പീഡ് അല്ലെ, വേഗത. 72 സെക്കൻഡ് നമുക്ക് കിട്ടുന്നു. 72 സെക്കൻഡിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 60 സെക്കൻഡും 12 സെക്കൻഡായിട്ട് തിരിക്കാൻ പറ്റും അല്ലെ. അതായത് 1 മിനിറ്റ്, നമ്മുടെ ഓപ്ഷനിലുള്ള 1 മിനിറ്റ് 12 സെക്കൻഡിലേക്ക് നമുക്ക് എത്താം അല്ലെ, കൺവേർട്ട് ചെയ്യാം. യെസ്, 1 മിനിറ്റ് 12 സെക്കൻഡ്. ഷിൻസി, നേഹ ഓക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അല്ല, അലീഷ, സിമി ആൻസർ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയോ നിങ്ങൾക്ക്? ഇതിലാകെ ഒരു പ്രശ്നമുള്ളൂ. എന്താണ്? സ്പീഡ് നമുക്ക് കൺവേർട്ട് ചെയ്ത് വെക്കണം അല്ലേ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ റെസിപ്രോക്കൽ എടുത്തിട്ട് ചെയ്യാം. കാരണം 10 × 5/18 ഇവിടെ ഇട്ട് ഗുണിക്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും കട്ടായി പോവില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന നേരെ തല തിരിച്ചിടുക, റെസിപ്രോക്കൽ എടുക്കുക അല്ലെ. 5/18 18/5 ആക്കിയിട്ട് അത് 18ന്റെ മുകളിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, മനസ്സിലായാ? ഓക്കെ ആണ്. ബാക്കിയുള്ളത് ചെയ്ത് വന്നാ? റെസിപ്രോക്കൽ ഇട്ട് കട്ട് ചെയ്തൊക്കെ വന്നാ? ഓക്കെ, ഞാൻ അപ്പൊ അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം അല്ലേ. ഓക്കെ, അടുത്തേക്ക് പോവാം. 125 മീറ്റർ വീതം നീളമുള്ള രണ്ട് തീവണ്ടികൾ കണ്ട്, ഇവിടെ ശ്രദ്ധിക്കണം. 125 മീറ്റർ വീതം നീളമുള്ള രണ്ട് തീവണ്ടി എന്ന് പറയുമ്പോൾ D1 ഉം D2 ഉം 125 ആണ് അല്ലെ.
സമാന്തര പാതയിലൂടെ എതിർ ദിശയിൽ സഞ്ചരിക്കുന്നു. കണ്ട, അവർ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഒരു തീവണ്ടി 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും, അല്ലെ, മറ്റേത് എന്താണ് 50 കിലോമീറ്റർ പെർ അവർ, അല്ലെ, പെർ മണിക്കൂർ വേഗതയിലും യാത്ര ചെയ്യുന്നു എങ്കിൽ എത്ര സമയം കൊണ്ട് അവ തമ്മിൽ മറികടക്കും? എത്ര സമയം കൊണ്ട് അവ തമ്മിൽ മറികടക്കും? എതിർദിശയിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിമുട്ടും. വേഗത്തിലാവുമ്പോ കൂട്ടിമുട്ടും, നമ്മൾ അങ്ങ് കൂട്ടാം. d1 + d2 ഡിവൈഡ് ബൈ s1 + s2. നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ ഇവിടെ ചെയ്യാം. ചെയ്തോ? 125 + 125 ഡിവൈഡഡ് ബൈ, ആൻസർ വന്നോ? ആൻസർ വന്നല്ലോ. ആൻസർ വന്നു. ഇതാ ആൻസർ, ഫസ്റ്റ് ആൻസർ വന്നിട്ടുണ്ട്, അല്ലേ? 40 + 50. ഇവിടെ എന്ത് വന്നു? 125 125 കൂടി കൂട്ടുമ്പോ 250 ഡിവൈഡഡ് ബൈ 90 വന്നു. ശ്രദ്ധിക്കുക, ഇത് 90 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം, അല്ലേ? കൺവേർട്ട് ചെയ്യാം. 90 × 5/18 ചെയ്യണം, അല്ലെ? കൺവേർട്ട് ചെയ്യാനായിട്ട് 18/5 തിരിച്ചിട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡിയിലേക്ക് എത്തൂ ബാക്കിയുള്ളവരും. ഓക്കെ, ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീവിദ്യ, വെരി ഗുഡ്. ഷിൻസി, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 250 ഡിവൈഡ് ബൈ 90 × 5, 18 മോളിൽ പോയി, അല്ലേ? ഇവിടെ എങ്ങനെ കട്ട് ചെയ്യാം? ഇതാ അവിടെ എങ്ങനെ കട്ട് ചെയ്യാം? ഇവിടെ 2, ഇവിടെ 5, 5 25, 5 × 2 10. 10 സെക്കൻഡ്, അല്ലേ? 10 സെക്കൻഡിന് ഉത്തരം കിട്ടി. സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ ഈ ചോദ്യം? കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, ഇത് ചെയ്യാൻ പഠിച്ചു, അല്ലേ? ഇതോളം ഇത്ര നേരം ചെയ്തൊരു ഇത്തിരി വേഗം ഉത്തരം കിട്ടിയത് ഈ ചോദ്യമാണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം നമ്മുടെ ഇതിലെ, എനിക്ക് തോന്നുന്നു ഈ സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 230 മീറ്റർ നീളമുള്ള തീവണ്ടി, 230 മീറ്റർ നീളമുള്ള തീവണ്ടി 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു തീവണ്ടിയെ 270 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? 230 മീറ്റർ നീളമുള്ള തീവണ്ടി 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. സ്റ്റേഷനിൽ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. 270 മീറ്റർ ആണ് നീളം. അതിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? ഡിസ്റ്റൻസ് ഈക്വൽ ടു, ഇവിടെ d1 + d2 തന്നെയാണ്, പക്ഷെ നമുക്ക് വേഗത ഒരെണ്ണമേ ഉള്ളൂ. ഇത്രയും തന്നെ ചെയ്ത് കണ്ടുപിടിച്ച് പറഞ്ഞേ. ആൻസർ എത്ര? 30 സെക്കൻഡ്, അല്ലെ? 30 സെക്കൻഡ് ഫലം കിട്ടിയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്റ്റൻസ് 550 ആണ്. 550 ഡിവൈഡഡ് ബൈ നമ്മുടെ സ്പീഡ് 60 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. 5/18 ആക്കുന്നു. അപ്പൊ എന്ത് വന്നു? 550 ഡിവൈഡഡ് ബൈ 60 × 5 × 18. നമ്മളിവിടെ കട്ട് ചെയ്ത് കളയുന്നു. 3 18. ഇവിടെ 11. അല്ല, എന്റെ തെറ്റിയോ? എന്റെ ഇവിടെ തെറ്റിയേ? ഞാനിവിടെ തെറ്റിച്ചേ? ടോട്ടൽ 500 മീറ്റർ അല്ലേ? എന്തോ? ടോട്ടൽ 500 മീറ്റർ അല്ലേ? 500 ടോട്ടൽ മീറ്റർ. 500, സോറി. ടോട്ടൽ 500 ആണ് വരാം. 230 270 കൂടുമ്പോ 500 ആണ് വരാം, അല്ലേ? ഓക്കെ, കൂട്ടിയപ്പോ തെറ്റിയതാ.
അവിടെ 500 അല്ലെ? അപ്പൊ 500 ഇൻറ്റു 18 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 5 നമ്മളിവിടെ കട്ട് ചെയ്തു. 6, 18, 5. ഓക്കെ, 30 സെക്കൻഡ് ഉത്തരം വന്നു അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മുടെ ട്രെയിൻ പ്രോബ്ലംസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.